നമസ്കാരം. ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ചർച്ചയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാനായി നടത്തുന്ന ചർച്ച. ഇന്ത്യയുടെ അധികൃതരും അതുപോലെ തന്നെ അമേരിക്കൻ സംഘവും കഴിഞ്ഞ കുറേ നാളുകളായി ഒരു അഭിപ്രായ ഐക്യത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ ഇതാ നിലവിൽ വരുന്നുണ്ട്. നിലവിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഭാഗമൊക്കെ മാറ്റിവെച്ചതിന് ശേഷം ഒരുപക്ഷെ ഒരു മിനി വ്യാപാര കരാർ എങ്കിലും ഉടൻ തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. നാളെയോ മറ്റന്നാളോ ഒപ്പുവെച്ചേക്കും, ഇന്ന് രാത്രി ഒപ്പുവെച്ചേക്കും. കാരണം അമേരിക്ക അന്ത്യശാസനം നൽകിയിരിക്കുന്നു. അമേരിക്ക നൽകിയിട്ടുള്ള അന്ത്യശാസനം അനുസരിച്ച് ജൂലൈ 9 അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പുവെക്കേണ്ടതുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അമേരിക്ക വ്യാപാര കരാറിൻ്റെ ഒരു പോക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വ്യാപാര കരാർ ഉടനെയൊന്നും യാഥാർത്ഥ്യമാകുന്ന ഒരു സൂചന പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും അമേരിക്ക ജൂലൈ 9 എന്നൊരു പരിധി വച്ചിട്ടുണ്ട്. ജൂലൈ 9 ഈ കാര്യങ്ങളിൽ തീരുമാനമായില്ല എങ്കിൽ 26% നികുതി ഇറക്കുമതി ചുങ്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തും എന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. എന്തായാലും ഈ ചർച്ചകളൊക്കെ ഇന്ത്യക്ക് വേണ്ടി ഈ ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് ഇന്ത്യയുടെ വാണിജ്യ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയൽ അതിശക്തമായി തന്നെ ഈ ഇന്ത്യയുടെ രാജ്യ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ വരാനായി വാദിക്കുന്നയാളാണ്. രാജ്യത്തിന് വേണ്ടി നന്നായി ബാർഗെയിൻ ചെയ്യുന്ന ഒരു മന്ത്രി കൂടിയാണ്. കാരണം ഈ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെയും ഒക്കെ സൂക്ഷ്മമായ തലങ്ങൾ വരെ അറിവുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പീയൂഷ് ഗോയൽ. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, ഇക്കാര്യത്തിൽ വിദഗ്ധനുമാണ്. അതുകൊണ്ട് തന്നെ പീയൂഷ് ഗോയൽ അതിശക്തമായ വാദമുഖങ്ങൾ അമേരിക്കൻ സംഘത്തിന് മുന്നിൽ ഉന്നയിക്കുന്നുണ്ട്. അമേരിക്ക നോട്ടമിടുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്കുള്ളിലേക്ക് തള്ളിക്കയറാനാണ്. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ക്ഷീര ഉൽപ്പാദന രംഗത്ത് തള്ളിക്കയറാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഇന്ത്യ ഒരു കാരണവശാലും ഒരു വിദേശ ശക്തിക്ക് ഈ മേഖലകൾ തുറന്നു കൊടുക്കില്ല എന്ന വാശിയിലാണ്. തീർച്ചയായും അങ്ങനെ ഒരു കാര്യമുണ്ടായാൽ അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാകും. വിദേശ കടന്നുകയറ്റം ഈ മേഖലകളിലേക്ക് രാജ്യ താല്പര്യം നോക്കി മാത്രമേ ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഈ മേഖലയിലേക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇക്കാര്യത്തിൽ കടുംപിടുത്തം സൃഷ്ടിക്കുന്നതിൽ തീർച്ചയായും കാര്യമുണ്ട്. കാരണം കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തരം ഇന്ത്യയുടെ കർഷകർക്ക് സബ്സിഡി നൽകാൻ പാടില്ല, ഇന്ത്യയുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഇടയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വരിക, കാലിത്തീറ്റ ഉൾപ്പെടെയുള്ളവ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള പല ഷാഢ്യങ്ങളും അമേരിക്കൻ സംഘവും പിടിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും രാജ്യ താല്പര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ചില വിട്ടുവീഴ്ചകൾ വരുത്തി മുന്നോട്ട് പോകാനുള്ള യാതൊരു സൂചനയും അമേരിക്കൻ സംഘം നൽകുന്നുമില്ല. അമേരിക്ക പറയുന്നത് വേണമെങ്കിൽ എടുത്തോളൂ, ഇല്ലെങ്കിൽ 26% നികുതി പിടിച്ചോളൂ, ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ്. ഇതാണ് ഇപ്പോൾ ഇന്ത്യ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ നടത്തിയ ഒരു പ്രസ്താവന ഈ വ്യാപാര കരാർ ഈ അടുത്ത കാലത്തൊന്നും ഒരു രമ്യതയിലേക്ക് എത്താൻ പോകുന്നില്ല എന്ന സൂചനയാണ്. അതായത് പീയൂഷ് ഗോയൽ പറഞ്ഞത് ഈ ജൂലൈ 9 എന്നൊരു പരിധി, അങ്ങനെ ഒരു അവസാന ഡേറ്റ് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യ താല്പര്യം മാത്രമാണ് ബാധകം. അമേരിക്കയുമായി മാത്രമല്ല ഇന്ത്യക്ക് വ്യാപാര കരാറുള്ളത്. ഇന്ത്യക്ക് പല യൂറോപ്യൻ യൂണിയനുമായിട്ടുണ്ട്, UK-യുമായിട്ടുണ്ട്, ഇങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറുണ്ട്. അവിടെയൊക്കെ രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ നിലപാട് അതല്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ സ്വന്തം രാജ്യ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ട് ഒരു കാരണവശാലും അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഒപ്പിടാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വ്യക്തമാക്കുന്നത്. കാരണം ഇന്ത്യ ഇതിനോടകം തന്നെ ലോക വ്യാപാര സംഘടനയിൽ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യക്ക് മേൽ ഇങ്ങനെ താരിഫ് 26% താരിഫ് ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്ക് അധികാരമില്ല, അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നൊക്കെ ഇന്ത്യ കൃത്യമായി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയെ ഇക്കാര്യത്തിൽ നേരിടാൻ തന്നെയാണ് ഇന്ത്യ തൽക്കാലം തീരുമാനമെടുത്തിരിക്കുന്നത്. അതല്ല, വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ താല്പര്യങ്ങൾ കൂടി അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് മനസ്സുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. കാരണം രണ്ടും ലോകത്തിലെ തന്നെ രണ്ട് വലിയ മാർക്കറ്റുകളാണ്. രണ്ട് രാജ്യങ്ങൾക്കും ഈ വ്യാപാര കരാറുകൾ കൊണ്ട് ഗുണമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തീർച്ചയായും ഇന്ത്യ അക്കാര്യത്തിൽ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പീയൂഷ് ഗോയലിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാട്. കാരണം അത്ര പെട്ടെന്ന് അമേരിക്കയുടെ ഷാഢ്യങ്ങൾക്ക്
വഴങ്ങിക്കൊടുക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ല. 100ഓളം രാജ്യങ്ങൾക്കെതിരെയാണ് അമേരിക്ക ഇത്തരത്തിലൊരു ഇറക്കുമതി ചുങ്കം റെസിപ്രോക്കൽ ടാക്സസ് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 90 ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ആ 90 ദിവസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഡേറ്റാണ് ജൂലൈ 9. അതുകൊണ്ട് ജൂലൈ 9 എന്ന ഒരു പരിധി എല്ലാ രാജ്യങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഈ 90 രാജ്യങ്ങൾ, അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഒറ്റപ്പെട്ട രാജ്യമൊന്നുമല്ല. 90 രാജ്യങ്ങൾ, ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുമായും അമേരിക്കയ്ക്ക് ഇപ്പോൾ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളുമായും വ്യാപാര യുദ്ധത്തിലേക്ക് പോകാനൊന്നും അമേരിക്ക താല്പര്യപ്പെടില്ല. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അസാധ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടാൻ വകയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ നിലപാട്. മാത്രമല്ല ഈ 100ലധികം രാജ്യങ്ങളിൽ ചൈന, UK, വിയറ്റ്നാം ഈ രാജ്യങ്ങൾ ഒഴികെ മറ്റാരുമായും ഇതുവരെ വ്യാപാര കരാറൊന്നും ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ജൂലൈ 9 എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ പേടിച്ച് അമേരിക്കയുടെ മുന്നിൽ വന്ന് വ്യാപാര കരാർ ഒപ്പിട്ട് കൊടുക്കും എന്ന ട്രംപിൻ്റെ കണക്കുകൂട്ടലാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഇപ്പോഴും ചൈനയ്ക്ക് അത് ചെയ്യാതെ നിവർത്തിയില്ല. അതുകൊണ്ട് ചൈന പെട്ടെന്ന് തന്നെ വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിരുന്ന ചൈന തന്നെ ഇപ്പോൾ അമേരിക്കയ്ക്ക് വഴങ്ങിയിരിക്കുന്നു. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒട്ടനവധി രാജ്യങ്ങൾ ഇനിയും അമേരിക്കയ്ക്ക് വഴങ്ങാനുണ്ട്. രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാതെ അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സംഘത്തിൻ്റെ നിലപാട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.